ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം, തൊഴിൽ തടസ്സം, വിവാഹ തടസ്സം, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഗൃഹദോഷങ്ങൾ, വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ, ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന, അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുറിക്കൽ, സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു. വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്ക് ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ, കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം. ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം, സ്റ്റേഡിയം കോംപ്ലക്സ്, കൊല്ലം 1, കേരള. ഫോൺ +91 9846 710 702. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. വിഷുഫലം, കാർത്തിക നക്ഷത്രമാണ് ഞാൻ, എൻ്റെ നക്ഷത്രത്തിൻ്റെ വിഷുഫലം എങ്ങനെയാണെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വിഷുവിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് എത്രയോ പേരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ജ്യോതിശാസ്ത്രത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഗോചരത്തിൻ്റെ ഗ്രഹത്തിൻ്റെ സഞ്ചാരം ഓരോരുത്തരുടെ ഗ്രഹങ്ങൾ നിലയിലെ അവസ്ഥ അനുസരിച്ചും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ഓരോരുത്തർ ജനിക്കുന്ന സമയം, ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ അനുസരിച്ച് തന്നെയാണ് ഫലം ചിന്തിക്കേണ്ടത് ഗോചരത്തിൽ. കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞിരിക്കുന്ന കണ്ടു, മോഹൻലാലിന് കണ്ടക ശനിയാണ്, ഏഴരാണ്ട ശനിയാണ്, അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പേരുദോഷം കേൾക്കാനിടയായെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഏഴര ശനി? ഏഴര ശനി ആയാൽ എല്ലാവർക്കും ദോഷമാകുമോ? യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമുണ്ട്. നമുക്ക് ഈ പറഞ്ഞ കണക്ക് ലുലു മോളിൻ്റെ മുതലാളിക്കും ഏഴര ശനിയും കണ്ടക ശനിയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇതേപോലുള്ള സില്ലി കേസുകളും കൊണ്ട് നടക്കുന്നത് ഏഴര ശനി, കണ്ടക ശനി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. അതേപോലെ തന്നെ അഷ്ടമ വ്യാഴം, അഷ്ടമ ശനി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തർ ജനിക്കുന്ന ലഗ്നത്തിൻ്റെ ഏത് ഭാവാധിപൻ ഏത് ഭാവത്തിൽ കൂടി, ഏത് ഭാവത്തിൻ്റെ കേന്ദ്രങ്ങളിലും ത്രികോണത്തിലും കൂടി സഞ്ചരിക്കുന്നോ അതിൻ്റെ അനുഭവങ്ങളാണ് തീർത്തും മനസ്സിലാക്കേണ്ടത്. അതിനൊരു ഉദാഹരണം തന്നെ നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ധനു ലഗ്നത്തിൽ ജനിച്ച ഒരു ചേച്ചി, ഒരു വ്യക്തി, അവർ എന്നെ പെട്ടെന്ന് മാഡത്തിൻ്റെ ലഗ്ന ജ്യോതിഷ ഗവേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗോചര ഫലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനകത്തുനിന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു പാഠമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. അതായത് അഷ്ടമത്തിൽ കൂടിയാണ് അവർക്ക് ഇപ്പം വ്യാഴം ചൊവ്വ സഞ്ചരിക്കുന്നത്, 6-ൽ കൂടിയാണ് ലഗ്നാധിപനായ വ്യാഴം സഞ്ചരിക്കുന്നത്, 4-ൽ സുഖസ്ഥാനത്തു കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് ധനു ലഗ്നത്തിൻ്റെ 4-ൽ കൂടി ശനി ഗോചരത്തിൽ രാശി മാറി. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ 5-ാം തീയതി രാശി മാറി. അതേപോലെ ഏപ്രിൽ മാസത്തിൽ 5-ാം തീയതി ശനി മീനത്തിൽ വന്നു. അതേസമയം കർക്കിടകത്തിലാണ് കുജൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടവത്തിലാണ് വ്യാഴം. അതായത് ധനു ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിലാണ് വ്യാഴം, അഷ്ടമത്തിലാണ് കുജൻ, 4-ൽ സുഖസ്ഥാനത്തോടെയാണ് ശനി സഞ്ചരിക്കുന്നത്. സുഖസ്ഥാനത്തോടെ ശനി സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ 4-ാം ഭാവത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് പറയാം. അവരുടെ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം അഷ്ടമത്തിൽ കൂടി ചൊവ്വ സഞ്ചരിച്ചതാണ് അവിടുത്തെ പ്രശ്നം. ദുരിതാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ കൂടി സഞ്ചരിച്ചു. ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ, അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നു. സുഖസ്ഥാനത്തിന് ഒരു കുറവ് കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് ആപത്തൊന്നും വന്നില്ല എന്നുള്ളത് അവരുടെ ദൈവാധീനം. അത് ഓരോരുത്തരുടെ ഉപാസനയും അവരുടെ പ്രവൃത്തി. എപ്പോഴും ക്ഷേത്രങ്ങളിൽ മാത്രം സന്ദർശിച്ച് വഴിപാട് കഴിച്ചതുകൊണ്ട് മാത്രമാകത്തില്ല, അവരുടെ പ്രവൃത്തിയും കൂടി നല്ലതാണെങ്കിൽ മാത്രമേ ദൈവാനുകൂലാവസ്ഥ ഉണ്ടാകത്തുള്ളൂ.
അപ്പൊ അതേപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഗോചരത്തിൽ കൂടി നമുക്ക് സഞ്ചരിക്കുമ്പോൾ പറയാനുള്ളത്. അപ്പൊ എത്ര കറക്റ്റാണ് മാഡം പറഞ്ഞ ഗോചരം. അഷ്ടമത്തിൽ കൂടി ചൊവ്വ സഞ്ചരിച്ചപ്പോൾ എനിക്കുള്ള ആപത്ത് വന്നതിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് ഇത് പറയുന്നത് പറഞ്ഞു വിളിച്ചു. അപ്പോഴെന്നും ധർമ്മരാജ അയ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഏത് ദശാകാലമായാലും ഏത് നക്ഷത്രം എന്നൊരു വിഷയമേ അല്ല ഇവിടെ. ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിൽ കൂടിയാണ് ഗോചരത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ദോഷവും ഗുണവും ചേർത്ത് ചിന്തിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഗോചരത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റം, ശനിയുടെ രാശിമാറ്റം പറഞ്ഞത് പല കൂറുകാർക്കും നല്ലത് പറഞ്ഞു. പക്ഷേ അതേപോലെ വ്യാഴം രാശി മാറാൻ പോകുന്നതും അതിൻ്റെ വീഡിയോസും ഇറങ്ങിയിട്ടുണ്ട്. അതും പല ആൾക്കാർക്കും നല്ലത് പറഞ്ഞ് അതേ നക്ഷത്രക്കാർക്ക് വിഷുഫലം ദോഷം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. എത്ര കോമിക്കായിട്ടുള്ള ഒരു വിഷയമാണ്. കോമഡി അല്ലേ ഇത്? ജ്യോതിശാസ്ത്രത്തിനെ അധപതനത്തിൽ എത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ വിഷുഫലം എന്ന് പറയുന്നത്. സൂര്യന്റെ സംക്രമം ആണ്. സൂര്യൻ സംക്രമിക്കുന്നു ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക്. സൂര്യൻ എല്ലാ മാസങ്ങളിലും, അതായത് കഴിഞ്ഞ മീനമാസത്തിൽ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് സംക്രമിച്ചു, ഇനി മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സംക്രമിക്കുന്നു എന്നുള്ളത് വിഷു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. അതുപോലെ ഒരു വർഷത്തിൻ്റെ, അതായത് രാശിചക്രത്തിലെ മേടൻ രാശിയുടെ ആരംഭത്തിൻ്റെ ഒരു കാലഘട്ടം, പിന്നെ സൂര്യൻ ഉച്ചനാകുന്ന ഒരു രാശി, ഇതൊക്കെയാണ് സൂര്യൻ ഏറ്റവും കൂടുതൽ ബലം വരുന്ന ഒരു കാലം. ഇതൊക്കെയാണ് ഈ മേടൻ രാശിയിൽ സൂര്യൻ സംക്രമിക്കുന്നത് വിഷു ആയിട്ടും നമുക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ എടുക്കുന്നതിനും കാരണം. അതുകൊണ്ട് ചില നക്ഷത്രങ്ങൾക്ക് ഗുണമുണ്ട്, ചില നക്ഷത്രങ്ങൾക്ക് ദോഷമുണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വിഷുഫലം എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും കേട്ട് ദോഷമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സ് ഡെസ്പാക്കേണ്ട അവസ്ഥയും, അല്ലെങ്കിൽ ഗുണമാണ് എന്ന് ചോദിച്ച് വളരെ ലാഘവത്തോടു കൂടി ഇരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ്. പറ്റിക്കപ്പെടുകയാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു കാരണവശാലും വിഷുവിന് ഒരു ഫലം, അല്ലെങ്കിൽ സൂര്യൻ സംക്രമിക്കുന്നതിന് ഒരു ഫലം ഇല്ല. ഒരു നക്ഷത്രത്തിനെ ആസ്പദമാക്കി ഉള്ള ഫലം പറയുന്നത് കൂടാതെ സൂര്യന്റെ സംക്രമത്തിനും ഇങ്ങനെ ഒരു ഫലമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ മേടക്കൂറുകാർക്ക് എന്താണ് ഏഴരാണ്ട ശനി വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ സൂര്യൻ സംക്രമിക്കുന്ന ഏത് നക്ഷത്രത്തിൽ ആണോ ആ നക്ഷത്രത്തിന്റെ ആൾക്കാർക്കും അതേപോലെ ദോഷം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വ്യാഴം രാശി മാറിയിട്ട് ഇടവക്കൂറുകാർക്ക് രാശി 2ലേക്ക് മാറിയിട്ട് വരുന്നു. 3ാമത്തെ ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് മേടക്കൂറുകാർക്ക് അത്ര നല്ലതല്ല. ഈ തരത്തിലൊക്കെ പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലിൽ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലമാകുന്നോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ യുക്തിയാണ്. ഒരാൾ പറയുമ്പം തെറ്റോ ശരിയോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യേണ്ട ആവശ്യവും കൂടി ഇവിടെ വരുന്നു. കാരണം ജ്യോതിശാസ്ത്രത്തിൻ്റെ തെറ്റായ വശങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് ജനങ്ങളെ അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രം വളച്ചൊടിക്കപ്പെടുന്നു. ഒരു കാരണവശാലും വിഷുഫലം എന്നൊരു ഫലമില്ല. അതേപോലെ ഗോചരത്തിന് നക്ഷത്രത്തിനെ കൊണ്ടുള്ള ഗോചരഫലം തെറ്റാണ്. ഏഴരാണ്ട ശനി, ജന്മശനി, കണ്ടകശനി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ല. എന്തുകൊണ്ട് മോഹൻലാലിന് ഏഴരാണ്ട ശനി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് ഇപ്പോഴാണോ ഏഴരാണ്ട ശനി തുടങ്ങിയത്? അങ്ങനെയാണ് കുംഭൻ രാശിയിൽ 2.5 വർഷം നിന്നല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ ചിന്തിക്കാത്തത്? അപ്പൊ അതും കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് കുഴപ്പം എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ലഗ്നത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെയും ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി എവിടെയാണോ, ഗോചരവശാൽ അവർ സഞ്ചരിക്കുന്ന ഭാഗം എവിടെയാണോ അതിൻ്റെയാണ് ഫലം അനുഭവത്തിൽ വരുന്നത്. അഷ്ടമത്തിൽ കൂടി വ്യാഴം സഞ്ചരിച്ചാൽ പേരുദോഷത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ ശുക്രൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, ലഗ്നാധിപൻ 6ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾക്ക് ഏറെ പ്രബലത കൂടുന്ന ഒരു സമയം. അതേപോലെ ചൊവ്വ, അഖരതം
കൊടുത്തുകൊണ്ടാണ് 9-ൽ ചൊവ്വ നിന്നത്. അതൊക്കെയാണ് ഈ കാര്യങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന്, അതായത് മോഹൻലാലിന്റെ ജാതകപ്രകാരം ലഗ്നം തുലാ ലഗ്നമായപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ വന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷുഫലത്തിന് ഈ പറയപ്പെടുന്ന ഗോചരം പോലെയും വിഷുഫലത്തിൻ്റെ ഫലങ്ങൾ പോലെയുമുള്ള കാര്യങ്ങൾ വളരെ അശാസ്ത്രീയമാണ് എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത്.